നമസ്കാരം. ശബരിമല സ്വർണ്ണപ്പാളി വിവാദത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളാനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത്. ഇക്കാര്യം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് വ്യക്തമാക്കി. വിജിലൻസ് സംഘം കോടതിയിൽ അന്തിമ റിപ്പോർട്ട് ഈ ആഴ്ച സമർപ്പിച്ചേക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച് കൂടിയാലോചിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത്തവണയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ദ്വാരപാലക ശില്പങ്ങൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാമെന്ന റിപ്പോർട്ട് ദേവസ്വം ബോർഡിലെത്തിയപ്പോൾ ബോർഡ് ഒറ്റക്കെട്ടായിട്ടാണ് അതിനെ എതിർത്തത്. നടപടിക്കനുസൃതമായി കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നായിരുന്നു നിലപാട്. മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തിന് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്താറുള്ളത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ മാസങ്ങൾക്ക് മുമ്പേ ആരംഭിച്ചു കഴിഞ്ഞു. മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് വിരാമമിടാൻ സാധിക്കണം. പ്രസിഡന്റിന്റെയും മന്ത്രിയുടെയും ഒക്കെ രാജി ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ്. പക്ഷേ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്നത് ധാർമ്മികമാണോ എന്ന് ആലോചിക്കണമെന്നും പ്രശാന്ത് പറഞ്ഞു. അതേസമയം ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് പുനർനിർമ്മാണത്തിനായി കൊണ്ടുപോയ സ്വർണം പൂശിയ കട്ടിളയും വാതിലും കടത്തിയതായ ആരോപണം പുറത്തുവന്നതോടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ്. വ്യവസായി വിജയ് മല്യയുടെ സ്പോൺസർഷിപ്പിൽ ശബരിമല ക്ഷേത്രത്തിൽ സ്വർണം പൂശിയ കട്ടിളയും വാതിലും പുനർനിർമ്മാണത്തിനായി കൊണ്ടുപോയിരുന്നു. എന്നാൽ ശബരിമലയിൽ ഇപ്പോഴുള്ളത് പുതിയ കട്ടിളയും വാതിലുമാണെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സ്വർണം പതിപ്പിച്ച കട്ടിളയും വാതിലും എവിടെയെന്നാണ് ഇപ്പോൾ ഉയർന്ന ചോദ്യം. പുനർനിർമ്മാണത്തിനായി പഴയ കട്ടിളയും വാതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടതായി ഇപ്പോൾ സസ്പെൻഡ് ചെയ്ത ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണപ്പാളി ഇളക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പാണ് അവ കൊടുത്തുവിട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. 2019 മാർച്ച് 11 ശബരിമല ക്ഷേത്ര സന്നിധാനത്തിൽ ശ്രീകോവിലിൽ പുതിയ സ്വർണ്ണവാതിൽ ഘടിപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും CK വാസുദേവനും ബംഗളൂരുവിലുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ചേർന്നാണ് സ്പോൺസർഷിപ്പിൽ ആ സ്വർണ്ണവാതിൽ പണിഞ്ഞു നൽകിയത്. വാതിൽ സ്വർണം പൂശുന്നതിനായി 4 കിലോ സ്വർണം ഉപയോഗിച്ചു എന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അവകാശപ്പെട്ടിരുന്നത്. മുരാരി ബാബു പറയുന്നതനുസരിച്ച് ശ്രീകോവിലിൽ നേരത്തെ ഉണ്ടായിരുന്ന കട്ടിളയും വാതിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിട്ടു. ശേഷം അദ്ദേഹം അത് പുനർനിർമ്മിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഇതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നതാണ് പുതിയ പ്രശ്നം. കാരണം മുരാരി ബാബു പറഞ്ഞത് സത്യമാണെങ്കിൽ ശബരിമല ക്ഷേത്രത്തിൽ 2019 മാർച്ചിന് മുമ്പുണ്ടായിരുന്ന കട്ടിളയും വാതിലും എവിടെയെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നു. അതേസമയം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ ഹൈക്കോടതി നിയമിച്ചിരുന്നു. സ്വർണ്ണപ്പാളികൾ ആർക്കെങ്കിലും വിറ്റിട്ടുണ്ടാകാമെന്ന് പരാമർശിച്ചുകൊണ്ടായിരുന്നു ജസ്റ്റിസ് A രാജവിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ നടപടി. പ്രത്യേക അന്വേഷണ സംഘം 6 ആഴ്ചയ്ക്കുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണം. കുറ്റകൃത്യം കണ്ടെത്തിയാൽ കേസ് രജിസ്റ്റർ ചെയ്യണം. അന്വേഷണം പൂർണ്ണമായും കോടതിയുടെ നിയന്ത്രണത്തിലാവും. ബന്ധപ്പെട്ട കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകുന്നതിന് മുമ്പ് അനുമതി തേടണം. 2024 ഒക്ടോബർ 16 ദ്വാരപാലക പീഠം സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ സ്പാട്ട് ക്രിയേഷൻസ് നിർദ്ദേശത്തിൽ വിശദമായ അന്വേഷണം വേണം. ദ്വാരപാലക ശില്പങ്ങൾക്ക് മുമ്പ് തന്നെ സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു. വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസ് SP സുനിൽകുമാർ തിങ്കളാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരായി വിശദീകരണം നൽകിയിരുന്നു. മുദ്രവെച്ച കവറിൽ റിപ്പോർട്ടും കൈമാറി. വെള്ളിയാഴ്ച അന്തിമ റിപ്പോർട്ട് നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണപ്പാളികൾ പരിശോധിക്കാൻ അനുവദിക്കണമെന്ന വിജിലൻസിന്റെ ആവശ്യം കോടതി അനുവദിച്ചു. വിജയ് മല്യയുടെ നേതൃത്വത്തിലുള്ള UB ഗ്രൂപ്പിന്റെ ഫിനാൻസ് മാനേജർ 2008 ദേവസ്വം ബോർഡിന് അയച്ച കത്തും ഇതിനിടെ ചർച്ചയായിട്ടുണ്ട്. ദ്വാരപാലക ശില്പങ്ങൾക്ക് സ്വർണ്ണപ്പാളി സ്ഥാപിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് കത്ത്. 1.564 കിലോഗ്രാം സ്വർണ്ണമാണ് ഇതിനായി ഉപയോഗിച്ചത്. ശ്രീകോവിലിനടക്കം ആകെ 30.29 കിലോഗ്രാമാണ് ഉപയോഗിച്ചതെന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ 2019 സ്വർണ്ണപ്പാളികൾ സ്വർണം പൂശുന്നതിനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയപ്പോൾ ദേവസ്വം മഹസറിൽ ചെമ്പാണെന്നാണ് രേഖപ്പെടുത്തിയത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശമാണ് ഇത് കൊടുത്തുവിട്ടിരുന്നത്. സ്വർണം പൂശിയ ശേഷം കുറച്ച് ബാക്കിയുണ്ടെന്നും ഇത് നിർധന പെൺകുട്ടിയുടെ വിവാഹത്തിന് ഉപയോഗിക്കാനാകുമോ എന്നും ചോദിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ഡിസംബർ 9 അന്നത്തെ ദേവസ്വം പ്രസിഡന്റിന് ഇമെയിൽ അയച്ചിട്ടുണ്ട്. ബോർഡിന്റെ അഭിപ്രായം തേടിയായിരുന്നു ഇമെയിൽ. പോറ്റിയുടെ കൈവശം ബാക്കി സ്വർണം ഉണ്ടായിരുന്നുവെന്ന് ഇത് വ്യക്തമാക്കുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുമായി ചേർന്ന ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെ പോലും വഞ്ചിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തിയതായി കരുതേണ്ടി വരുമെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു.